എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാന്യ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പതാ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ മൗനരാഗം സീരിയലിന്റെ നാളത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമൊക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് ആ കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ പ്രകാശൻ ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പൊ പ്രകാശന് പുതിയതായിട്ട് സ്നേഹിക്കാനായിട്ട് ഒരു മകളെയൊക്കെ കിട്ടിയിരിക്കുകയാണ്. മക്കളോട്, പ്രത്യേകിച്ച് പെൺമക്കളോട് ഇഷ്ടമില്ലാത്ത നമ്മുടെ പ്രകാശനാണെങ്കിലോ ആ മോളെ സ്നേഹിക്കുന്നത് പോലെ അങ്ങ് അഭിനയിക്കുകയാണ്. അപ്പൊ മൂങ്ങാമുത്തശ്ശിയാണെങ്കിൽ പ്രകാശന് എല്ലാ സപ്പോർട്ടും ചെയ്ത് പ്രകാശന്റെ ഒപ്പം തന്നെയുണ്ട്. അങ്ങനെ ഇവർ ആ വീട്ടിൽ വന്നതും അച്ഛനും അതുപോലെ തന്നെ അമ്മുമ്മയും പോയി റെസ്റ്റ് എടുത്തോന്നും പറഞ്ഞ് നമ്മുടെ കാർത്തികയാണെങ്കിൽ ഇവരെ പറഞ്ഞ് റൂമിലേക്ക് വിടുകയാണ്. അങ്ങനെ അവൾ അവിടെ നിന്ന് ചിന്തിക്കുക, എന്തായാലും തൻ്റെ അമ്മയുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ മാത്രം വരുത്തിയ തൻ്റെ അച്ഛനെയും അതുപോലെ തന്നെ അതിനൊക്കെ കൂട്ടുനിന്ന അച്ചമ്മ എന്ന് പറയുന്ന ഈ സാധനത്തിനെയും ചുമ്മാ അങ്ങ് വിട്ടാൽ പറ്റില്ലല്ലോ. അപ്പം തൻ്റെ അമ്മ എത്രമാത്രം സങ്കടം അനുഭവിച്ച് കാണും. ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞിട്ട് ആ കുഞ്ഞിനെ തിരിഞ്ഞു നോക്കാതെ പോകുന്ന ആ ഒരു ഭർത്താവിൻ്റെ കാര്യങ്ങൾ, ഇതൊക്കെ ഇവളിങ്ങനെ ചിന്തിക്കുമ്പോഴത്തേക്കിനും പ്രകാശനോട് കലിയാണങ്ങ് കയറുകയാണ്. അപ്പം കാർത്തുവാണെങ്കിൽ ഇനി എന്തായാലും ഇവറ്റകളെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് തന്നെ കാര്യമൊന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിക്കുക. അങ്ങനെ റൂമിൽ കയറിയ പ്രകാശനാണെങ്കിലോ, അമ്മതേ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കുമോ, നമ്മുടെ രീതിയിൽ തന്നെ ഈ പെങ്കൊച്ചു വരുമോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും, മോനെ പ്രകാശ നീ എടുത്തു ചാടരുത്, നിനക്കറിയാലോ ദേ ആ സോണിയെ കല്യാണം കഴിച്ചതിന് ശേഷം ശരണ്യ നിന്റെ മോൻ്റെ ജീവിതത്തിലേക്ക് വന്നത്, അവൾ എത്ര നല്ല പെൺകുട്ടിയായിട്ടാണ് വന്നത്, എന്നിട്ട് എന്തൊക്കെയാണ് അവൾ നമ്മുടെ വിക്രത്തിൻ്റെ ലൈഫിൽ കാണിച്ചു കൂട്ടിയതെന്നൊക്കെ പറഞ്ഞ് അച്ഛമ്മയാണെങ്കിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കിനും, അമ്മതേ ചുമ്മാ പറഞ്ഞ് എന്നെ പേടിപ്പിക്കല്ലേ, എനിക്കൊരു വിശ്വാസമുണ്ട് ഇവൾ എന്തായാലും അവരെ ഒന്നും പോലെ അല്ല, ദേ ഇവൾക്ക് എന്നോടൊരു പ്രത്യേക സ്നേഹമൊക്കെ ഉണ്ട്. അവൾ എന്നെ അച്ഛാന്ന് വിളിക്കുമ്പോൾ തന്നെ അതിലൊരു പ്രത്യേക സ്നേഹം അമ്മയ്ക്ക് തോന്നിയില്ലേന്ന് ചോദിക്കുകയാണ്. ആ സംഭവമൊക്കെ ശരി തന്നെയാണ്, പക്ഷേ നിന്റെ വിക്രമാദിത്യൻ അവൻ ജയിലിൽ നിന്ന് വരണ്ടേ, ഇനി ഏത് കാലത്താ മോനെ അവൻ ജയിലിൽ നിന്ന് വരുന്നത്, ദേ നമുക്ക് രണ്ടുപേർക്കും പ്രായമായി വരികയാണ്, എനിക്കിനി അധിക കാലമൊന്നും മുന്നോട്ടില്ല, അതുകൊണ്ട് തന്നെ ഇനി നിന്റെ മകൻ ജയിൽ ശിക്ഷയൊക്കെ കഴിഞ്ഞ് ഏത് കാലത്ത് എത്തിയിട്ട് അവൻ ഈ പെങ്കൊച്ചിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനാണ്. അതുമല്ല നമ്മളങ്ങ് കല്യാണക്കാര്യവും പറഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ ആ പെങ്കൊച്ച് അതിനൊക്കെ തയ്യാറാകുമോ എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ സംസാരിക്കുക. അപ്പം മകൻ്റെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് വളരെ സങ്കടത്തിലാണ് നമ്മുടെ പ്രകാശൻ. എന്തായാലും അമ്മ നമ്മളിപ്പോൾ സേഫായി, ഇനി എനിക്ക് ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ആ കല്യാണിയെയും കിരണിനെയും ഒക്കെ എങ്ങനെയെങ്കിലും നിലം പൊത്തിക്കണം. അവർ ഇത്രയും കാലവും എൻ്റെ മകനെക്കാട്ടിലും കൂടുതൽ ഉയരത്തിൽ വളർന്നു വന്നു. കല്യാണിയെ അമ്മയ്ക്ക് അറിയാമല്ലോ, നമ്മുടെ വീട്ടിലെ തൊഴുത്തിൽ മാത്രമേ ഞാൻ അവളെ നിർത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. ആ അവള് ഇപ്പം എനിക്ക് ടിപ്പ് തരുന്ന രീതിയിലൊക്കെ വളർന്നിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു വളർച്ചയൊന്നും അല്ല. എൻ്റെ വിക്രമാദിത്യനെക്കാട്ടിലും മറ്റൊരാളും വളരാനായിട്ട് ഞാൻ അനുവദിക്കില്ല. എടാ മോനെ, അത് നമ്മളിങ്ങനെ പറഞ്ഞിട്ട് എന്താടാ പ്രയോജനം? നിന്റെ ഈ പുന്നാര വിക്രമാദിത്യനും കൂടി ഒന്ന് ചിന്തിക്കണമല്ലോ. അവൻ എപ്പോഴെങ്കിലും നിന്നെക്കുറിച്ചോ എന്നെക്കുറിച്ചോ ഒക്കെ ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അവൻ ഒരിക്കലും ഇങ്ങനെ ഒരു പിടിച്ചുപറിക്കാരനൊന്നും ആവില്ല. അതുമാത്രമല്ല അവൻ്റെ മനസ്സ് ഭയങ്കര ദുഷ്ടത നിറഞ്ഞതായി മാറിയിരിക്കുന്നു. അല്ല നീ ഒന്ന് ആലോചിച്ച് നോക്ക്, ശരണ്യയെയും അവളുടെ മുൻ ഭർത്താവിനെയും ഒക്കെ എത്ര ക്രൂരമായിട്ടാണ് വിക്രം ഉപദ്രവിച്ചത്. നീ ആലോചിച്ചിട്ട് മാത്രം ഒരു തീരുമാനം എടുത്താൽ മതിയെന്നും പറഞ്ഞ് ഈ അമ്മയ്ക്ക് വയസ്സാം കാലത്തായപ്പോഴാ മറ്റേ ഇച്ചിരി ഒരു ബോധവും ബുദ്ധിയും ഒക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ തൻ്റെ മകനെ നല്ല രീതിയിൽ അങ്ങ് ഉപദേശിക്കുക കേട്ടോ. അപ്പം ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ കാർത്തുവാണെങ്കിൽ ആ വാതിലിന് പുറത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. രണ്ടിൻ്റെയും പ്ലാൻ കൊള്ളാം എന്നുള്ള രീതിയിൽ ഇവളിങ്ങനെ ആലോചിച്ച് നിൽക്കുക കേട്ടോ. ഈ സമയത്താണെങ്കിലോ നമ്മുടെ മനോഹരനെ കല്യാണം കഴിക്കാൻ പോകുന്ന ജിഷയുണ്ടല്ലോ, അപ്പം അവളുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ കാണിക്കുകയാണ്. അങ്ങനെ അവളുടെ അമ്മയും അതുപോലെ തന്നെ അവളും കൂടെ അവരുടെ ഒരു പരിചയക്കാരുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുക. അപ്പം അവരുടെ അടുത്ത് പറഞ്ഞു, അതെ ഞങ്ങളുടെ കുടുംബത്തിന് വന്നു ചേരേണ്ട ഒരു മരുമകൻ തന്നെയാണ് വരുന്നത്. ദേ എത്രമാത്രം സന്തോഷമുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാവോ? എന്തായാലും എൻ്റെ മോൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പം വന്നവർ പറയുന്നുണ്ട്, അല്ല അങ്ങനെ കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾക്കറിയാലോ, നിങ്ങളുടെ മൂത്ത മകള് അവള് ഒളിച്ചോടിപ്പോയി കല്യാണം കഴിച്ചിട്ട് ഇപ്പം അതാ ഭർത്താവും മരിച്ചു, വയറ്റിലൊരു കുഞ്ഞുമായിട്ട് ഇങ്ങനെയൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയല്ലേ. ഇനിയിപ്പം ആ കാര്യങ്ങൾ കൂടെ ചിന്തിച്ചിട്ട് ചെറുക്കൻ കൂട്ടരെ കുറിച്ച് നല്ലതുപോലെ അന്വേഷിക്കണമെന്നൊക്കെ പറയുക. അപ്പം ഈ അമ്മയാണെങ്കിൽ ഇതിനിനി ഒരു അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല,
ഇത്രയും നല്ലൊരു ചെറുപ്പക്കാരനെ ഈ കാലത്ത് കണ്ടുമുട്ടാൻ പോലും ഉണ്ടാവില്ല. എന്തായാലും എൻ്റെ മോള് ഭാഗ്യം ചെയ്തവള് തന്നെയാണെന്നും പറഞ്ഞ് അവളെ അടുത്തിരുത്തിക്കൊണ്ട് തൻ്റെ ഭാവി വരനെ കുറിച്ച് ഇങ്ങനെ ആ അമ്മ ഇങ്ങനെ പുകഴ്ത്തുന്നത് കേൾക്കുമ്പോൾ അവൾക്ക് വലിയ സന്തോഷമൊക്കെ ആയിട്ടോ. അവളും പറഞ്ഞു, ദേ എൻ്റെ ഏട്ടൻ, എൻ്റെ ടോണിയേട്ടൻ വളരെ നല്ലൊരു സ്വഭാവക്കാരനാ. ഏട്ടന് അങ്ങ് വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ മാരേജ് ഒക്കെ കഴിഞ്ഞ് നേരെ പോകുന്നത് അത് വിദേശത്തേക്ക് തന്നെ ആയിരിക്കും. ഇനി ഈ നാട്ടിലൊന്നും നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഇവർ ഭയങ്കര പൊങ്ങച്ചു ഇങ്ങനെ സംസാരിക്കുമ്പം നമ്മുടെ മനുവേട്ടൻ്റെ സ്വഭാവം നമുക്ക് മാത്രമല്ലേ അറിയുള്ളൂ. അങ്ങനെ നമ്മുടെ സരയുനെയും പറ്റിച്ചതാ ഇപ്പൊ അടുത്ത കക്ഷിയെ പിടിച്ചിരിക്കുകയാണ് മനുവേട്ടൻ. അങ്ങനെ ഇതൊന്നും അറിയാതെ ഈ പാവത്തുങ്ങൾ ആ ഒരു ചതിയിൽ ചെന്ന് വീഴുക. പക്ഷെ ഒരു വശം ചിന്തിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റായ ഒരു കാര്യം തന്നെയാ. നമ്മുടെ ഈ ജിഷയും അവളുടെ അമ്മയും ഒക്കെ അവളുടെ ചേച്ചിയായിട്ടുള്ള ആ പെങ്കൊച്ചിനോട് കാണിക്കുന്നത് വലിയൊരു ക്രൂരത തന്നെയാണല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇവർക്ക് ഈ ഒരു ശിക്ഷ അനിവാര്യം തന്നെയാണ്. അങ്ങനെ ആ ഒരു സീൻ അവിടെ നടക്കുമ്പോഴാണെങ്കിലോ നമ്മുടെ പ്രകാശനെ വീണ്ടും കാണിക്കുകയാണ്. അപ്പൊ പ്രകാശനാണെങ്കിൽ അല്ല എങ്ങനെയൊക്കെ ആണമ്മേ, ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്തിട്ടാണ് വിക്രത്തിന്റെ മനസ്സൊക്കെ ഒന്ന് മാറ്റുന്നതെന്നും പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. അപ്പോഴത്തേക്കിനും മൂങ്ങാമുത്തച്ഛി പറഞ്ഞു, എടാ ആ കല്യാണി എന്ന് അവള് ഇനി എന്തൊക്കെ ചെയ്താലും അവളുടെ തല ഉയർന്നു വരാത്ത രീതിയിൽ നീ കാര്യങ്ങൾ നീക്കിക്കോ. ഈ കാർത്തുമോളെ നീ കൂടെ നിർത്തണം. അവള് വിചാരിച്ചു വെച്ചിരിക്കുന്നത് നിനക്ക് പെൺപിള്ളേരെയൊക്കെ വലിയ ഇഷ്ടമാണെന്നും ഇപ്പതാ ആ മോളെ പോലും സ്നേഹിക്കുന്നത് അത് നീ ആത്മാർത്ഥമായിട്ടാണെന്നും ഒക്കെയാണ്. ദേ അതൊന്നും പൊളിക്കരുത് എന്നുള്ള രീതിയിൽ മുത്തശ്ശി സംസാരിച്ചതും ഈ കാര്യങ്ങൾ സഹിതം നമ്മുടെ കാർത്തു അവിടെ നിന്ന് കേൾക്കുകയാണ്. അപ്പൊ കാർത്തു ഇങ്ങനെ മനസ്സിലാലോചിച്ചു, പിന്നെ നിങ്ങൾ കാണിക്കുന്നതൊക്കെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണെന്ന് ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. എനിക്കറിയാം എൻ്റെ അമ്മയെയും പറ്റിച്ച് എന്നെയും വഴിയാധാരം ആക്കിയിട്ട് നാട് വിട്ട് കളഞ്ഞ കക്ഷികളാണ് നിങ്ങളെന്ന്. അതും പോരാഞ്ഞിട്ട് ഈ നാട്ടിൽ വന്ന് പാവപ്പെട്ട ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച് അവരുടെ മക്കളെയൊക്കെ അതും കഷ്ടപ്പാടിലൂടെ കടത്തിക്കൊണ്ടുപോയ ഒരു തന്ത തന്നെ ഞാൻ വെറുതെ വിടില്ലടോ എന്നുള്ള രീതിയിൽ ഇവളിങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിക്കുക. അപ്പം അത്തരത്തിലുള്ള ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമാണ് നാളെ വരുന്നത്. എല്ലാവരും കാത്തിരുന്ന് കാണുക. ഇനിയും നമ്മൾ മുടങ്ങാതെ തന്നെ മൗനരാഗത്തിൻ്റെ ആ ഒരു വിശേഷം ഇടുന്നതായിരിക്കും. അപ്പം ഞാൻ ചില ജോലി തിരക്കുകളൊക്കെ ആയിട്ട് ബിസിയായി പോയത് കൊണ്ട് മാത്രമാണ് ഇടാൻ പറ്റാതിരുന്നത്. എല്ലാവരും സഹകരിക്കുക. നമ്മുടെ പ്രേക്ഷകരെല്ലാവരും തിരികെ വരണം കേട്ടോ. അപ്പം എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.